ഒറിജിനലായിട്ട് റിസ്ക് എടുത്ത ടാസ്ക് ഏതാന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനമാണ്. ബിഗ് ബോസ് ഇതുപോലൊരു ടാസ്ക് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ ആർക്കും അങ്ങോട്ട് വയ്യ. അതിനകത്ത് മുന്നോട്ട് വന്ന അക്ബർ ആണെങ്കിലും ശരി, ആദിലാണെങ്കിലും ശരി, അനുമോൾ ആണെങ്കിലും ശരി, ഒരു ബിഗ് കൈയടി അവർ കൊടുത്തേ പറ്റൂ. കാരണം ഇതൊരു ടാസ്ക് ആയിരുന്നു. ഇതിനകത്തുനിന്ന് പുറത്തു പോവുകയാണ്, അതായത് കൃത്യമായ 1 മിനിറ്റിനകത്ത് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആള് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു നിമിഷമായിരുന്നു. ആ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ പലരും മടിച്ച്. ഞാൻ എന്തായാലും അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ, ഇവർ പൈസ എടുക്കുന്ന, എത്ര രൂപ എടുക്കുന്ന തുടങ്ങിയ എല്ലാ വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇത്തരത്തിലൊരു ടാസ്ക് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കിന് അനീഷും സാവുമാനും എന്തുകൊണ്ടാണ് ഇതിനകത്ത് പങ്കെടുക്കാഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. പകരം 2 പെൺകുട്ടികൾ ധൈര്യത്തോടെ പോയി ഈ ഒരു ടാസ്ക് എടുത്ത്, എക്സ്പെഷ്യലി അനുമോള് നെയിൽഡ് ഇറ്റ്. ആ ഒരു ടാസ്ക് അങ്ങ് കവർ ചെയ്ത് സ്വന്തം പേരിൽ അങ്ങ് എഴുതിയെടുത്ത്, അല്ലെങ്കിൽ അങ്ങ് എടുത്ത് ആ രീതിയിലായിരുന്നു കളിച്ചത്. ഒരു 3 പേരും ടീമപ്പ് ചെയ്ത് തന്നെ കളിച്ചത്. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ സാവുമാന്റെ കാര്യം, അനീഷിന്റെ കാര്യം ഒരു 2 വാക്കെങ്കിലും നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ ഒക്കത്തില്ല. അതുകൊണ്ടാണ് സാവുമാനെ സംബന്ധിച്ച് കായികപരമായി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നാണ് ബിഗ് ബോസ് ഹൗസിലെ പല കാര്യങ്ങളും കണ്ടപ്പോഴും, നെവിനോടുള്ള ഒരു തർക്കമൊക്കെ കണ്ടപ്പോഴും ഇങ്ങനെ വായുവിലൊക്കെ നിളിച്ച് അപ്പർക്കട്ടൊക്കെ വിടുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തോന്നി, അപ്പൊ അവനെ കൊണ്ട് കൃത്യമായിട്ടൊന്ന് ഓടാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ 1 മിനിറ്റ് കൊണ്ട് ഒന്ന് ഓടി കറങ്ങിയിട്ട് വന്ന് വേണം, ഇച്ചിരി കൂടെ ദൂരെ കാറിട്ടാലും ഓടി കറങ്ങിയിട്ട് വരാൻ പറ്റുന്ന ആളൊക്കെ തന്നെ. അനീഷിനെ സംബന്ധിച്ച് അനീഷ് കർഷകനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കള പറിക്കാനൊക്കെ അത്യാവശ്യം ഇറങ്ങുന്ന ഒരാളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനും ഓടുന്നതിനും വലിയ ബുദ്ധിമുട്ട്, ചാടുന്നതിനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അത്യാവശ്യം ഇതുപോലുള്ള ടാസ്കുകളൊക്കെ എടുക്കാം. പിന്നെ അനീഷ് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലാതെ പൈസയുടെ അല്ല എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കാലം അവിടെ ചുമ്മാ നമ്മൾ ഇരിക്കുക എന്നുള്ളതല്ല, അവിടെ ഉള്ള ഗെയിമുകളും ഇതുപോലുള്ള ടാസ്കുകളും അതിലേക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പോലും അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരാള് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട്. അതായത് പല കാര്യങ്ങൾക്കിടയിൽ സംസാരിക്കുക മാത്രമല്ല, ടാസ്കുകളും ധൈര്യത്തോട് കൂടിക്കുന്ന ഒരു മത്സരാർത്ഥി ആയിരുന്നു. അങ്ങനെ ഒരാൾ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലങ്ങളിൽ നമുക്ക് പറയാൻ പറ്റൂ. തീർച്ചയായിട്ടും അനുമോളെ കുറിച്ച് എല്ലാവരും പറയും. ഉറപ്പായിട്ട് എന്താ വന്നാൽ കണ്ടാലും പറ്റത്തില്ലെങ്കിൽ പോലും ആ കൊച്ചു ചാടി ഇറങ്ങിയത് നിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചും ഒന്നും കുറച്ച് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ അത്യാവശ്യം കായികപരമായിട്ട് നിൽക്കുന്ന അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഈ വീഡിയോ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നെവിനെ സംബന്ധിച്ച്, നെവിന് പിന്നെ ബാൻ കിട്ടിയതുകൊണ്ട് നെവിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഷാനവാസിനെ സംബന്ധിച്ച് പിന്നെ ഹെൽത്ത് ഇച്ചിരി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, നമുക്കത് അറിയാം. അവരുടെ ഷാനവാസിനെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. പക്ഷെ അത്യാവശ്യം ആരോഗ്യമായിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. നാട്ടുകാർ സാവുമോനെ അങ്ങോട്ട് ജയിപ്പിച്ചു വിടുമ്പോഴത്തേന് സാവുമാന്റെ വിചാരം എന്നിൽ എന്തോ ഔഷധ ഗുണമുണ്ട്, എന്നിൽ പലരും പുറത്തു വിടല്ലേ, എന്റെ ഔഷധ ഗുണം കണ്ടിട്ട് ആൾക്കാരനെ പിടിച്ചു നിർത്തിയിരിക്കുക, ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെല്ലാം ഭയങ്കരമായിട്ട് നെഞ്ചത്തടി നിലവിളി ആയിക്കോളൂന്ന്. എങ്ങനെയാ പോകുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. നീ ഇറങ്ങി വരുമ്പോഴത്തേനും നിനക്ക് കിട്ടിയ വോട്ടൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്ത് ടോളറേറ്റ് ചെയ്ത് നോക്കും. ഇതിനകത്തുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ സംഭവം വീണ്ടും ഈ വീട്ടിനകത്തുള്ളിൽ ഓടി വർക്കൗട്ടായി പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം. എന്തായാലും ഞാൻ വീഡിയോ ക്ലോപ്പൊന്ന് കാണിക്കാം. അതിന് മുമ്പ് ഗെയിം എന്ന് പറഞ്ഞുതരാം. 4 ലക്ഷം രൂപയായിരുന്നു കാരണത്തിരുന്നത്. ഓടാൻ പോയത് ഇവർ 3 പേരുമായിരുന്നു. ഇവർ 3 പേരും ഒരു ടീം അപ്പ് ചെയ്തുകൊണ്ടായിരുന്നു പോയത്. ആ ഓട്ടത്തിനിടയിൽ തന്നെ നമ്മുടെ അക്ബർ വ്യക്തമായിട്ട് ആ കൗണ്ട് ചെയ്ത്, ആ ഓടുമ്പോഴുള്ള 1, 2, 3 എന്നുള്ളത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് 60 വരെ അവരത് കേട്ടോണ്ടായിരുന്നു അവിടെ പ്ലാനിങ് നടത്തിക്കൊണ്ടിരുന്നത്. ആ 4 ലക്ഷം രൂപയിൽ 20,000 രൂപ ആദിലയും 60,000 രൂപ അക്ബറും 1,40,000 രൂപ അനുമോളും. അതായത് 7 കെട്ട് അനുമോക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കെട്ട്. ഇവര് 3 പേരും ഓടുക മാത്രമല്ല, ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കാറിന്റെ പല ഭാഗങ്ങൾ ആരൊക്കെ ഡിവൈഡ് ചെയ്യണോ എന്നുള്ളതും പ്ലാൻ ചെയ്തിട്ട് വ്യക്തമായി ചെയ്തൊരു കാര്യം. അവിടെ ഒരു അടിപിടിയോ അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള കളികളോ ഒക്കെ നടത്തിയിരുന്നുണ്ടെങ്കിൽ വലിയ നാണക്കേട് തന്നെ ആയിരുന്നു. ഈ ഒരു ഷോയിലോ അല്ലെങ്കിൽ ഈ ഒരു ഗെയിം അത്ര സക്സസ്ഫുൾ ആയിട്ട് ചിലപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 വ്യക്തിയോ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. നല്ല വ്യക്തമായിട്ട് ആ ഗെയിം അവർ ടീമപ്പ് ചെയ്ത് നിന്നതുകൊണ്ട് വ്യക്തമായിട്ട് ചെയ്ത് അകത്തേക്ക് വന്നു. പിന്നെ അവർ പങ്കിട്ടെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം എന്തുവാണെന്നുള്ളത്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുപോകാം. അക്ബർ വ്യക്തമായിട്ട് തന്നെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ കെട്ട് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം വേറെ കെട്ടൊന്നും കിട്ടുന്നില്ല. അനുമോൾ പാതറി കിടന്ന് ഓടുന്നുണ്ട്. 18, 19, 20, 21, 22, 23, 24, 25, 33. സംഭവം ആതിരക്ക് കെട്ട് പറയാനുള്ള കാര്യം, ആതിര കിട്ടിയ സമയം കൂടുതലും ആ ഫ്രണ്ട് റോയിൽ തന്നെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. അനുമോളെ സംബന്ധിച്ച് ഫ്രണ്ട് റോ അല്ല, മിഡിൽ റോയിൽ. അനുമോളെ സംബന്ധിച്ച് ഫ്രണ്ടിൽ അപ്പുറത്തെ ഡോർ പോയി തുറന്ന് അവിടുന്ന് പൈസ എടുത്ത് ഇവിടുന്ന് കറങ്ങി ഇപ്പുറം വന്ന് പിന്നെ ഡിക്കി ഇവിടെ ബോണറ്റ് ഇവിടെ കിടന്ന് ചോദിക്കുന്നത്. എവിടൊക്കെ ഊട്ടുണ്ട് അവിടെ എല്ലാ കൊച്ചു നോക്കുന്നുണ്ട്. അതാണ് സ്പിരിറ്റ്. 41, 42, 43, 44, 45.
ഷാനവാസ് ഒന്നും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ, തിരിച്ച് 3 പേരും കൂടെ കയറും എന്നുള്ള കാര്യം. ഷാനവാസിന് കൈയടിക്കാൻ പറ്റും, അനീഷിന്റെ കൈയടി കണ്ടപ്പോൾ പിന്നെ സാഹുവാൻ അടിക്കുന്നത്, പിന്നെ ഷാനവാസ് എടുത്തൊന്ന് കൈയടിക്കുന്നത്. എന്തായാലും കൊള്ളാം ഗെയിമാ. പിന്നെ ഒരാൾ പുറത്തു പോകാനൊക്കെ എന്തായാലും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണത്തുമില്ല. പക്ഷെ നെവിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര സങ്കടമായിരുന്നു. എന്തോ പോയ അണ്ണാനെ കണക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പോയത് എന്താണെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. കയ്യിലിരിപ്പുകൊണ്ടാണ് അങ്ങനെ ജയിക്കേണ്ടി വന്നതെന്ന് അറിയാം. എന്തായാലും കൊള്ളാം, ഇതുപോലൊരു ടാസ്ക്, ഒരു റിസ്ക് നല്ല രീതിയിൽ ഏറ്റെടുക്കാനും അത് കൃത്യമായിട്ട് വിജയിപ്പിക്കാനും അതിലൂടെ നല്ലൊരു എന്റർടൈൻമെന്റ് കൊണ്ടുവരാനും ഈ ഷോയിലൊക്കെ ഈ ഒരു ടാസ്ക് നല്ലതായിരിക്കും. കാരണം തമിഴിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ തമിഴിലെ പോലെ വലിയ ദൂരമില്ലായിരുന്നു, തമിഴിൽ അത്യാവശ്യം നല്ല ദൂരമായിരുന്നു. ഇവിടെ പിന്നെ അധിക ദൂരമില്ലാതെ തന്നെ കാർ അടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു, പോയി എടുത്തുകൊണ്ട് വരാനുള്ള കാര്യമുള്ളായിരുന്നു. നല്ല കാര്യം.